ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് തിരക്കൊക്കെ ആയി. സ്കൂളൊക്കെ തുറക്കുന്നത് കാരണം ഞങ്ങളിങ്ങനെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, അതിൻ്റെ ഓട്ടത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിതുവിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരിടം വരെ പോവാണ്, പെട്ടെന്നുണ്ടായൊരു പരിപാടി. അപ്പം അവനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോവാണ് ഗൈസ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാമേ. നമ്മൾ സ്കൂൾ എത്തിയിട്ടുണ്ട് കേട്ടോ, ഞാൻ പോയി വിളിച്ചോണ്ട് വരട്ടെ. സർപ്രൈസാ, സർപ്രൈസ്. എന്തിനാ പോകുന്നറിയാവോ? ഒന്നും അറിഞ്ഞില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. റാലിക്കാനായിട്ട് പോവല്ല, അല്ല 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 അല്ല. നമ്മള് എന്തിനു പോവാണെന്ന് ചോദിച്ചാൽ പോളോയ്ക്ക് നമ്മൾ അലോ ഇടാൻ വേണ്ടി പോവാണ് ഗൈസ്. പോവാം. ഞെട്ടിയോ? നമുക്ക് ആദ്യം അലോ വീൽ ഇടാം, പിന്നെ നമുക്ക് താക്കണമെങ്കിൽ ഒരു സ്പ്രിങ്. ആ അതെ അതെ, കുഞ്ഞ പരിപാടിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വണ്ടി അടിപൊളിയാവും. ആണോ? ആ പിന്നെ ആര് പറഞ്ഞു? മോട്ടോർ സൈക്കിൾ കൊണ്ടുപോകണം, നമുക്ക് കൊണ്ടുപോയി പൊട്ടിക്കണം അല്ലേ? കീയും മാറാം. നിനക്ക് പനിയുണ്ടോടാ? പനിയുണ്ടോ? അമ്പാടാ, സൗണ്ട് വ്യത്യാസം ഉണ്ടല്ലോ. പനി പിടിച്ചിരിക്കുവായിരുന്നോ ക്ലാസ്സിൽ? എന്നാടുക്കുവായിരുന്നു ക്ലാസ്സിൽ ഇരുന്ന്? നമ്മളിപ്പം മിനി കൂപ്പറിന്റെ തൃശ്ശൂരാ പോകുന്നത്. ഇതെല്ലാം ഞാൻ ഒന്നിലിട്ടാണ് എടുക്കുന്നത്. നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതുപോലെ തലവയാണ് നമ്മൾ ഇടുന്നത്, ആ സ്വിഫ്റ്റിന് കിടക്കുന്നത് അല്ലേ? നമ്മള് തൃശ്ശൂരിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ ഇപ്പൊ സ്ഥലം എവിടാന്നറിയാവോ? ഇല്ല. ഈ സ്ഥലത്തിന്റെ പേര് കുറവിലങ്ങാട് കേട്ടോ. കുറവിലങ്ങാട് വള്ളി ചെയ്താ കേട്ടോ. കണ്ടോ? വീഡിയോ എടുക്കുമ്പോ ക്യാമറ നടത്തിട്ട് എടുക്കുന്നുണ്ട്. ബുദ്ധിയല്ല ഇത്, അച്ചാച്ചിക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പോ എത്താറായി സാറേ. ഓ, നമ്മള് പകുതി പോലും ആയി. നല്ല കാര്യം. അങ്കമാലിയായി. അല്ല, അങ്കമാലിയല്ല, അങ്കമാലി. അങ്കമാലി ഡയറീസ് ഒക്കെ ഉണ്ടോ സിനിമ? നമ്മൾ അങ്കമാലി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മള് ഒരു 1.5 മണിക്കൂറായില്ലേ? 2 മണിക്കൂറായില്ലേ? അങ്കമാലി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് ഒരു 2 മണിക്കൂർ കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. കോട്ടയം അല്ലേ ഇത്? ടവലോ. നമ്മളങ്ങനെ അങ്കമാലി എത്തിയിട്ടുണ്ട്. അങ്കമാലി നമുക്ക് ഇനി തൃശ്ശൂർ ചെന്നിട്ടാണ് പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് പിന്നെ അതിന്റെ പേര് കൊടകരയാണ്. ഒട്ടകം പറയട്ടെ. നമ്മളങ്ങനെ അങ്കമാലി എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്കമാലി ബ്ലോക്കിൽ കിടക്കുകയാണ്. നമുക്കിവിടെ തൃശ്ശൂർ ചെന്നിട്ടാണ് പോകുന്നത്. തൃശ്ശൂർ ചെന്നിട്ട് അവിടുന്ന് വേറൊരു സ്ഥലത്താണ് ഈ സ്ഥലമുള്ളത് കേട്ടോ. ഈ ടയർ എടുക്കാനായിട്ട് നമ്മൾ പോകുന്നത്. ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ എപ്പോൾ വന്നാലും ഇതുപോലെ ബ്ലോക്കാണ്. നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയല്ലായിരുന്നു, പക്ഷേ ഇവിടെയൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിലും നല്ല തെളിഞ്ഞ ആകാശമൊക്കെയാണ്. മൊത്തം കണ്ടെയ്നറാണല്ലോ.
നല്ല ക്ലൈമറ്റ് ആവട്ടോ, നല്ല ക്ലൈമറ്റ്. എന്നാ അറിയാം, നമ്മൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയല്ലായിരുന്നോ? ഞാൻ അവിടെ നിന്ന് മൊത്തം മഴയായിരിക്കും ഓർത്തെ. പക്ഷെ നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല രസമുള്ള വെയിലും, നല്ല രസം. അങ്ങനെ കൊള്ളാം. വാഴച്ചാൽ, ആതിരപ്പള്ളി വാഴച്ചാലൊക്കെ ഇവിടെ നടന്നു. നമ്മളിവിടെ തിരിഞ്ഞ ആതിരപ്പള്ളി വാഴച്ചാലൊക്കെ പോകാം. വാൽപ്പാറയൊക്കെ ഇതിലെ കൂടെ പോകാം. നമ്മള് ചായ കുടിക്കാൻ പോവാം. നമ്മള് ചായ കുടിക്കാൻ പോകും. നമ്മളെവിടാ ചായ കുടിക്കാൻ പോകുന്നേ? ചേനാച്ചേരിയോ? ആ കറക്റ്റ്. നമ്മളതാണ് തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ നമ്മളെ വടക്കുന്നാഥ ക്ഷേത്രമാണ് നേരെ മുന്നിൽ കാണുന്നത് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലം. ആന 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 ഇത് ആനയുടെ നാടായത്. നോക്കിയാ കണ്ടോ അമ്പലം കണ്ടോ? വേണ്ട അങ്ങോട്ട് നോക്കി. ആ ബസ് വന്ന വ്യൂ അങ്ങ് നശിപ്പിച്ചു. സൂം ചെയ്തേ ശകലം. അമ്പലം കാണുന്ന സൂം ചെയ്ത് ചെയ്തടാ. അത്രയും വേണ്ട, കറക്റ്റ് ആ ടൈമാണ്. നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന അമ്പലമാണ്. നമ്മുടെ എന്നാ ഈ സ്ഥലത്തിൻ്റെ ഈ അമ്പലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. വൈഡാക്ക്. ഇതാണ് സ്ഥലം, തൃശ്ശൂർ. ഇതിന്റെ കോമ്പൗണ്ട് ഭയങ്കരമാണ് കേട്ടോ. നോക്കി അതോടെ നോക്കി, ഭയങ്കര അവിടെ വരുന്ന ഒരു വാൾവട്ടോണിക്ക് വെച്ചോണ്ട് പോകുന്നുണ്ടോ? ചായ കുടിച്ചോ? ഇല്ലേ അതിനാ നമ്മളിപ്പോൾ തൃശ്ശൂരിൽ എവിടെയോ ഏതോ ഒരു പമ്പിൽ കയറി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. പെട്രോൾ അടിക്കാണ്ട് കയറിയതാണ്. അപ്പം ടോയ്ലറ്റിലോട്ട് കയറാൻ വേണ്ടി മീനുക്കുട്ടിയും പിന്നെ തൻവിയും കൂടി പോയിട്ടുണ്ട്. പറയാലോ. അപ്പോൾ എൻ്റെ അനിയച്ചാരുണ്ട് കേട്ടോ. അവനാ വണ്ടി ഓടിച്ചോ, കുറപ്പം വണ്ടി അവനാ ഓടിക്കുന്നത്. അപ്പോൾ അവനുള്ള കാര്യം പറയല്ലെന്ന്, അവനെ വീഡിയോ കാണിക്കില്ലെന്ന് പറഞ്ഞത്. അതാ പിന്നെ മിണ്ടാഞ്ഞത്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഞാൻ കട ചെന്നിട്ടുള്ള അവിടെ ചെന്നിട്ട് ടയർ മാറുന്ന പരിപാടി, അലവിലൊക്കെ ഇടുന്നതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയിപ്പം. വെറുതെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ കണ്ടിട്ട് കാര്യമില്ലോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഗൈസ് എവിടെ പോവാ? കുട്ടിത്താഴത്താണ് പോകുന്നത്. എവിടെ പോവാന്ന് എപ്പോൾ ചോദിച്ചാലും കൊച്ചു പറയാം. നമ്മള് തൃശ്ശൂര് തൃശ്ശൂര് പോവാ. നമ്മള് തിരുവനന്തപുരത്തോ? ഷീലിന്റെ എടുക്കാലോ. ഷീല് ഇവിടെ ചാലക്കുടി. എങ്ങനെയുണ്ട് നമ്മൾ കുടിച്ച ചായ ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നോ? എന്നിട്ട് എന്തിനാ തൃശ്ശൂര് പോകുന്നേ? സീകരനെ കൊണ്ടുവരാനോ? അമ്മടാ, പോക്ക് ഇഷ്ടപ്പെട്ടോ? ഈ വഴിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു അല്ലേ? പെണ്ണ് ഉറങ്ങിയായിരുന്നോ? ഇച്ചിരി നേരം ഉറങ്ങിക്കോളാൻ പറ്റായിരുന്നോ? ഉണ്ടേ? അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല രസം. നമ്മുടെ തൃശ്ശൂർ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് കുറച്ചും കൂടെ വരുന്ന വഴിക്ക് കണ്ട സ്ഥലമാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോ പാർക്കിങ്, ഇവിടെ നിന്ന് വണ്ടി നിർത്താനൊക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വണ്ടി ഈ ആൾക്കാരും ബഹളങ്ങളൊന്നുമില്ല. ഓക്കെ കണ്ടോ, രണ്ട് സൈഡും അടിപൊളിയായിട്ടോ. നല്ല രസമുള്ള പാടം, നല്ല അടിപൊളി പാടങ്ങളാണ്. ഇപ്പോൾ വണ്ടി ഇടുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചേട്ടൻ്റെ തട്ടുകടയിൽ വണ്ടി ഇടുന്ന സ്ഥലങ്ങളായിരുന്നു. ഇവിടെ മൊത്തം ചായക്കടയും തട്ടുകടയും ഇവിടെ എല്ലാം അലമ്പായന കേട്ടോ. സത്യം പറഞ്ഞാൽ ആരും വണ്ടി നിർത്താൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇത്ര വൃത്തിയായിട്ട് കിടക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഈ പോകുന്ന വഴി തന്നെയാണ് നമ്മുടെ അനിയത്തി പഠിക്കുന്ന കോളേജ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കയറിയതാണ്, അവിടെ കണ്ടിട്ട് പോകാൻ വേണ്ടി. നമ്മളങ്ങനെ അതിനകത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ആടായിക്കുന്നത് തൻവീനെ കൊണ്ടുപോയി. ആണോ? ആര് പറഞ്ഞു? ആണോ?
ഇറങ്ങണ നീ ഇറങ്ങണ. ഞാൻ അറിയില്ല. ഞാൻ അറിയാവുന്ന ആൾക്കില്ല, നമുക്കിടയില്ലാത്തതില് അത് ക്യാമറ ആയിരുന്നു അവിടെ. എങ്ങനെയുണ്ട് സാധനം? എങ്ങോട്ട് പോയി അലവിൽ എങ്ങനെയുണ്ട് സാധനം? കൊള്ളാം 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 കൊള്ളാം. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? വിജയ് നമ്മളെന്തിനു വന്നാ? ആ നമ്മൾ ഇന്നലെ അലവിയിലും പരിപാടിയെല്ലാം ഇട്ട് കഴിഞ്ഞ് ഭയങ്കര മഴയും അതുപോലെ തന്നെ രാത്രിയായിരുന്നു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും. അത് കാരണം അതിൻ്റെ ബാലൻസ് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. നമ്മളവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര മഴയും അത്രയും ദൂരം ഓടി തിരിച്ച് പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ വേണ്ട അതിൻ്റെ അകത്ത് ഇതിൻ്റെ കുറച്ച് ബ്ലാക്ക് ആക്കണം. ഈ വിൻഡോ ഒക്കെ ഒന്ന് ഇവനെവിടെ പോകണം. ഇവരൊക്കെ വളവെങ്കിൽ എന്നത്തിന് ഓവർടേക്ക് ചെയ്ത് വരുന്നത്. ഇവന്മാർക്ക് ഇത്ര നാളായിട്ട് വണ്ടി ഓടിക്കാറില്ല. എനിക്കറിയാം, വളവെങ്കിലൊക്കെ ഓവർടേക്ക് ചെയ്ത് വരും. അപ്പം എന്നാ നമുക്കിതൊന്ന് ബ്ലാക്ക് അടിക്കണം. ഇതൊന്ന് ബ്ലാക്ക് അടിക്കണം. ഫ്രണ്ട് ഈ ഗ്ലാസ് ബ്ലാക്ക് നമുക്ക് ആ ഇതടിക്കണം, കൂളിങ് ഒട്ടിക്കണം, ബാക്കിലെ അടിക്കണം. ഇപ്പോൾ ഓൾറെഡി ഇത് 50% ആയതുകൊണ്ട് ഉള്ള ഒരു ഇതാണ് കേട്ടോ, കൂളിംഗ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത് ഡാർക്ക് ആക്കാം, എന്നാലേ വണ്ടിക്കൊരു. അപ്പോൾ അതും കൂടി നമുക്ക് പോയി വണ്ടിയിലോട്ട് ഒട്ടിക്കാം ഗൈസ്. ഇവിടെ ഭയങ്കര കട്ടറായിരുന്നു, ഭയങ്കരമായിട്ട് കുലുങ്ങുന്നുണ്ട്. കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടോ? അച്ഛൻ്റെ ക്യാമറമാൻ ഋതുവാ. അല്ല, ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ ഭയങ്കര കുലുക്കായിരുന്നു, ഒന്നും കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഈ വീഡിയോ ഇടുമ്പോലെ ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മളെന്തിനു വന്നാ? സ്റ്റിക്കർ ഒട്ടിക്കാൻ. അപ്പം നമ്മൾ ഈ 2 സൈഡ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഒരു ഗുമ്മായിട്ടില്ലേ? അയ്യോ വീഴല്ലേ? ആ ഉണ്ട്. ഇതോടെ ഭയങ്കര മഴയാണ് കേട്ടോ. കിണ്ണം മഴ നടന്നുകൊണ്ടിരിക്കുക. സൂപ്പർ മഴ. കഴിഞ്ഞ ദിവസം വരെ മഴയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാണാൻ കിടിലം മഴയാണ്. ഒരു രക്ഷയില്ലാത്ത മഴ. ഗെയ്സ് നമുക്ക് ഇത് ഒട്ടിച്ചിട്ട് പോകാം ഗെയ്സ്. നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയൊക്കെ ആയിട്ടുണ്ട്. വണ്ടിയുടെ പണി നമ്മൾ അലൈവിൽ മാറ്റി, പിന്നെ സൈഡിൽ നമ്മൾ എന്നാ സാധനത്തിൻ്റെ പേര് എപ്പോഴാണ് പറഞ്ഞത്, കൂളിംഗ് ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാ അത്യാവശ്യം പരിപാടികളാണ്. കുറച്ച് 2-3 പരിപാടികൾ കൂടി ഉണ്ട്. അത് സർപ്രൈസാണ്. ഞാനിപ്പോൾ അതിൻ്റെ വണ്ടിയുടെ ലുക്ക് ഏകദേശം ഒന്ന് കാണിക്കുക. എന്നാലും ഞങ്ങളത് പരിപാടിയെല്ലാം കഴിഞ്ഞപ്പം സന്ധ്യയായി. പിന്നെ ഭയങ്കര മഴയല്ലേ, ഇപ്പം ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക. 2-3 ദിവസമായിട്ട് കിണ്ണം മഴയാണ്. അത് കാരണം പുറത്തിറങ്ങാൻ മേലാത്തൊരവസ്ഥയായി പോകും. നമ്മുടെ ആ ഏരിയയിലൊക്കെ വെള്ളം അത്യാവശ്യം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടിയുടെ 1-2 ലുക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ബാക്കിയൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം ഗെയ്സ്. ഋതു രാവിലെ സ്കൂളിൽ പോയി. ഇന്നലെ നമ്മുടെ ഈ സെക്യൂരിറ്റിയും പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കിന്
സന്ധ്യ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ബാക്കിയെടുക്കാൻ പറ്റിയില്ല. അപ്പം രാവിലെ റിദുവിനെ കൊണ്ട് സ്കൂളിൽ വിട്ടു. അപ്പം ഞാൻ ഇതിൻ്റെ വണ്ടിയുടെ രണ്ട് ലുക്കും കൂടി കാണിച്ചിട്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് കേട്ടോ. അപ്പോൾ കുറച്ച് പരിപാടി കൂടി ഉണ്ട്. ലോവർ ചെയ്യണം വണ്ടി, പിന്നെ ഫ്രണ്ടിലത്തെ ക്രോമൊക്കെ നമ്മളൊന്ന് ബ്ലാക്ക് ആക്കണം, പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ പരിപാടികളും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലുക്ക്. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.